ഇവിടെ മഴയ്ക്ക് വേണ്ടി ആറാബി സഹായം ചോദിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ അനുവദനീയമാണെങ്കിൽ ഉമർ അൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ തന്നെ മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയപ്പായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഇസ്ലാം രീതിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് ദുആ ചെയ്യുന്നു. അത് പേരോട് അബ്ദുറഹ്മാൻ തഖവിയുടെ കേസറ്റിൽ തന്നെ നമുക്ക് കാണാം. എങ്ങനെ? അള്ളാഹുവെ, ഞങ്ങളുടെ നേരത്തെ മഴയ്ക്ക് ശാപം നേരിട്ടപ്പോൾ ഞങ്ങൾ നിന്റെ നബിയെ കൊണ്ട് നിന്നോട് മഴയ്ക്ക് ദുആ ചെയ്തിരുന്നു, ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. ഇപ്പോ നബി വഫാത്തായിരിക്കുന്നു. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നബിയുടെ ഇളയപ്പായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് മഴയ്ക്ക് നിന്നോട് യാചിക്കുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ഉമർ അൽ ഖത്താബ് എന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തതായി പേരോട് തഖാബ് തന്നെ പറയുന്നുണ്ടായി. എന്തുകൊണ്ട് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ ഖബറിൽ പോയി മഴ ചോദിച്ചില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ വളരെ വസ്തുനിഷ്ഠമായി കൊണ്ടുകൊണ്ട് സഖാഫി ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് മഖബറയിൽ വന്നുകൊണ്ട് സഹായം ചോദിച്ചത് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ഗണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിനോട് കഴിയുകയും. ഇപ്പൊ നിങ്ങൾ മറ്റൊരു സംഭവം ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുലാക്കിയ സംഭവം, ആ തവസ്സുലാക്കിയ സംഭവം ഉദ്ധരിച്ചു എന്നതുകൊണ്ട് നേരത്തെ ഉദ്ധരിച്ചത് ഒരിക്കലും പോകുന്നില്ല. നേരെ മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുമാവാം, അതുപോലെ തന്നെ അസ്ഹാബിനെ സംബന്ധിച്ച് മഹത്തുക്കളെ കൊണ്ടുമാവാം എന്നതിന് മറ്റൊരു തെളിവ് സുന്നികൾക്ക് ഒന്നുകൂടെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും അത് മാത്രമേ ആവാവൂ എന്നില്ല. മാത്രമല്ല, നിങ്ങൾ ചോദിച്ചല്ലോ പിന്നെ എന്തുകൊണ്ട് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ പോയില്ല? അത് പോയ സംഭവമാണല്ലോ നേരത്തെ ഉദ്ധരിച്ചത്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിസ്കാത്ത് എന്ന് പറയുന്ന ഹദീസിലെ ഗ്രന്ഥത്തിൽ കാണാം, തിർമിദിയിൽ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ മഹദി അവരുടെ കാലഘട്ടത്തിൽ വളരെ റസൂലിന്റെ വഫാത്തിന് ശേഷം ക്ഷാമം നേരിട്ട സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയിലേക്ക് ചെന്ന് ആവശ്യ സഫലീകരണത്തിന് ക്ഷാമപരിഹാരത്തിന് വേണ്ടി പോകാൻ വേണ്ടി നിർദ്ദേശിച്ചത് സുനനുദാരിമയിലുണ്ട്, വളരെ വസ്തുനിഷ്ഠമായിട്ടുണ്ട്. അപ്പൊ അത് മറ്റൊരു തെളിവാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാത്തവരെ കൊണ്ടും എന്നുള്ള ഒരു തെളിവാണ്. ആ തെളിവ് അറിഞ്ഞുകൊണ്ട് ഈ തെളിവ് പോകുന്നില്ല, ഈ തെളിവ് അറിഞ്ഞുകൊണ്ട് ആ തെളിവില്ലാതാകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ കൗമുകളൊക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചതിന് മറുപടിയായില്ല. ഞാൻ ചോദിച്ച ഉമർ അൽ ഖത്താബ് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ പോയി ചോദിച്ചില്ല മഴയ്ക്ക്? അങ്ങനെ ചോദിക്കാൻ ഇസ്ലാത്തിൽ തെളിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ലക്ഷത്തിൽ പരം സഹാബാക്കള് ഹജ്ജത്തുൽ വിദായിൽ കൂടി അവരെ ഓരോ കാലഘട്ടത്തിൽ നിന്നും അസുഖം ബാധിച്ചും ഇങ്ങനെ മരിച്ചവരുണ്ട്. അവരാരെന്ന് അങ്ങനെ തന്നെ നമുക്ക് ലക്ഷത്തിൽ പരം ഹദീസ് കിട്ടിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻ കഴിഞ്ഞുപോയ സാലിഹ്യങ്ങളെയും വിളിച്ച് സഹായം തേടുന്ന ലക്ഷത്തിൽ പരം ഇത് കിട്ടിയിരിക്കണം. പക്ഷെ നമുക്ക് ഒരു കഥ, ആ ആറാബി പോയി മഴയ്ക്ക് ചോദിച്ച കഥ മാത്രമേ നിങ്ങൾക്ക് എവിടെയും പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ജനങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. എന്റെ അടുത്ത ചോദ്യം നമ്മൾ അവിടെ ചോദിക്കുന്നത് എന്താണ്? ഈ സംഭവം അല്ലാതെ പിന്നെന്തിനാണ് നിസ്കരിക്കാൻ മഴയത്ത് നിസ്കാരത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയത്? അത് പോയി എന്നതുകൊണ്ട് ഇത് ശരിക്കാണ് ഇങ്ങനെ കിട്ടും. എന്താണ് വിശക്കുന്നുണ്ട്? നമുക്ക് വിശപ്പ് തീരണമെങ്കിൽ ഭക്ഷണം സാധാരണ ചോറും ബിരിയാണി. അപ്പൊ ഇയാളെ ചോദ്യം, അതെന്തെങ്കിലും ബിരിയാണി കഴിച്ചത്? ബിരിയാണി കഴിച്ചെങ്കിൽ വിശപ്പ് മാറും. നമ്മുടെ നാടൻ ചോറ് സാധാ ചോറ് കഴിക്കണമല്ലേ? അതും കഴിക്കാതിരിക്കാം. അല്ല, ഇതെല്ലാം കഴിച്ചോളും മേലെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുർവാസി എന്നല്ലാതെ അത് കഴിക്കാൻ മറ്റു വിശപ്പ് മാറും, അത് കഴിക്കാൻ ഇതുകൊണ്ട് മാവാം എന്നതുപോലെ കബറിച്ചയിൽ പോയി മഴ തേടി അതുവാകാം. പിന്നെ റസൂൽ അല്ലാത്തവരെ കൊണ്ട് തവസ്സുൽ ചെയ്യാം, അതും ചെയ്യാം. എന്തെങ്കിലും കുഴപ്പം പിന്നെ ലക്ഷത്തിൽ പരം സഹാബത്ത് ചെയ്യണം. ഒരു ഇസ്ലാമിനൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വിടുവായിട്ടാണ് ഈ പറയുന്നത്? ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ ലക്ഷത്തിൽ പരം സഹാബത്ത് ചെയ്തെങ്കിലും സ്ഥിരപ്പെടുള്ളൂ. കാര്യം വലിയ ബുദ്ധിമുട്ടാവും. എന്നാ പിന്നെ മുജാഹിദിന് സാധനങ്ങൾ ഉണ്ടാവില്ല. അല്ല, ലക്ഷത്തിൽ പരം സഹാബത്ത് ചെയ്തെങ്കിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് വിട്ടിട്ടാണ് ഈ പറയുന്നത്? സഹോദര, നമ്മുടെ ഇസ്ലാമിൽ ദേഹത്തറന്ന് വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ഈ മഴ തേടിയ സംഭവത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞില്ല, അത് കുഫ്റാണെന്ന് പറഞ്ഞില്ല, ഹറാമാണെന്ന് വരെ പറഞ്ഞില്ല.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു. സഹാബത്തിനത് പച്ചക്കൊടി കാണിക്കുന്നു, ആരും എതിർത്തിട്ടില്ല. ഈ സംഭവം എഴുതിയ 15ഓളം വരുന്ന ഹദീസ് പണ്ഡിതന്മാർ ഇത് എഴുതിയിട്ട് അവരാരെങ്കിലും പറഞ്ഞോ കുട്ടികളെ ഇത് ശിർക്കാണ്, ഇത് ശിർക്കിന് വെള്ള പൂശുന്ന സംഭവമാണ്, അത് ചെയ്തു പോകരുതേ എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മഴ തേടിയ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ അരികിൽ സഹാബത്തിന്റെ കാലത്ത് നിന്ന് മഴ തേടിയ സംഭവം ഉദ്ധരിച്ചിട്ട് ആ ഉദ്ധരിച്ച പണ്ഡിതർ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ എന്ത് അത് ശിർക്കാണ്, അത് ചെയ്തു പോകരുതേ? ഒരൊറ്റ പണ്ഡിതൻ പറഞ്ഞില്ല. അവർക്കൊന്നും ശിർക്കാതെ തിരിഞ്ഞില്ല, തൗഹീദിന് വിരുദ്ധാണെന്ന് തിരിഞ്ഞില്ല. നമ്മളെ കേരളത്തിലെ മുജാഹിദിന്റെ 4 ആളുകൾക്ക് മാത്രം അത് ശിർക്കാണ്, ഇസ്ലാം വിരുദ്ധാണെന്ന് പറഞ്ഞു. നോക്കണം അവരുടെ കഥയില്ലായ്മ എത്രമാത്രം മതപ്പതിച്ചു മുജാഹിദുകൾ ആശയപരമായി ബുദ്ധിപരമായി എത്ര മരവിച്ചു പോയി എന്ന് പറയേണ്ടതിൽ സങ്കടം. ഈ പറഞ്ഞ 15 പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ട് ഒരൊറ്റ കുട്ടി പറഞ്ഞു ഈ സംഭവമുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് മഴ തേടിയ സംഭവിച്ചാണ് ചെയ്യരുത്, അത് പാടില്ലാത്ത ഒരൊറ്റ ആള് പറഞ്ഞിട്ടില്ല. പറഞ്ഞുകളൊക്കെ പറഞ്ഞു ആദായി ഇത് സ്ഥിരപ്പെട്ട സംഭവമാണ്, ഇത് യോഗ്യമായ റിപ്പോർട്ടാണ്, തള്ളേണ്ടതല്ല വാറോടെയല്ല എന്നാണ് ഈ ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ സ്വർഗത്തുകൾ പോകുമ്പോഴേ സുന്നികൾ ഞങ്ങൾ ഒന്നിച്ചോടെ നിങ്ങളെന്ത് ഇവരൊക്കെ മുസ്ലിം കാഫിറാണെന്ന് പറയുന്ന നിങ്ങൾ അവിടെ സാധുവിനും വെച്ച് ഇരിക്കേണ്ട സ്ഥലം വേറെയാണ്. അതിപ്പോ ഞാൻ പറയുന്നില്ല, വാസ്തവം നിങ്ങൾക്കും ഇതായത് നൽകുമാറാകട്ടെ.